ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തെ വലിയ ഒരു വിവേചനത്തിന് അവസാനമാവുകയാണ്. മനുഷ്യരിൽ രോഗപീഠകൾ പിടിമുറുക്കുന്ന ജീവിത സായന്തനത്തിൽ ഇനി അവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ തേടാം. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവർക്കും ഇനി പുതിയതായി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാം. ഇതടക്കം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി നിർദ്ദേശിച്ച പുതിയ മാനദണ്ഡങ്ങൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലായി. 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതുവരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ലായിരുന്നു. ഈ വിലക്കാണ് നീക്കിയത്. മുതിർന്ന പൗരന്മാർക്കായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പുതിയ പോളിസികൾ ഏർപ്പെടുത്തണം. അവർക്ക് ക്ലെയിം നൽകാനും പരാതികൾ പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അർബുദം, ഹൃദ്രോഗം, വൃക്കരോഗം, എയ്ഡ്സ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി നിഷേധിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ മാരക രോഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോളിസി നിഷേധിക്കാറുണ്ട്. നിലവിലുള്ള അസുഖങ്ങൾക്ക് ഇനി മുതൽ 36 മാസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യം നൽകണം. നിലവിലുള്ള അസുഖങ്ങൾക്ക് പോളിസി എടുത്ത് ആദ്യ 48 മാസം വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ട എന്ന നിലവിലെ വ്യവസ്ഥയാണ് 36 മാസമായി കുറച്ചത്. പോളിസി എടുക്കുമ്പോൾ രോഗാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നൽകണം. മുതിർന്നവർ, വിദ്യാർത്ഥികൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്ക് അനുയോജ്യമായ പുതിയ പദ്ധതികൾ ഇൻഷുറൻസ് കമ്പനികൾ കൊണ്ടുവരണം. പദ്ധതിയിൽ ചേർന്ന് 5 വർഷം കഴിഞ്ഞാൽ വ്യാജമായ ക്ലെയിമുകൾ ഒഴികെ ഒരു ക്ലെയിമുകളും നിഷേധിക്കരുതെന്ന സുപ്രധാന നിർദ്ദേശവും പുതിയ ഉത്തരവിലുണ്ട്. ആയുർവേദ ചികിത്സയ്ക്ക് അലോപ്പതിക്ക് തുല്യമായി മുഴുവൻ കവറേജ് നൽകണമെന്നും IRDAIയുടെ ഉത്തരവിലുണ്ട്. ഇതും മുതിർന്ന പൗരന്മാർക്ക് പ്രയോജനപ്പെടും. ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുമ്പോൾ തന്നെ നിലവിലുള്ള അസുഖങ്ങൾ വെളിപ്പെടുത്തണം. ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിന് തൊട്ടുമുമ്പുള്ള 3 വർഷത്തിനിടെ തുടർച്ചയായി ലക്ഷണങ്ങൾ കാണിക്കുകയോ ചികിത്സ തേടുകയോ ചെയ്തിട്ടുള്ള അസുഖങ്ങളാണ് നിലവിലുള്ള അസുഖങ്ങളായി അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആയി കണക്കാക്കുന്നത്. ഇത്തരം അസുഖങ്ങൾ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്ന സമയത്തു തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. മേജർ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയും വെളിപ്പെടുത്തണം. നിലവിലുള്ള അസുഖങ്ങൾക്ക് പരിമിതമായ പരിരക്ഷയാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നത്. പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ഇവ വെളിപ്പെടുത്താതിരിക്കുകയും പിന്നീട് ഇവ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ക്ലെയിം നിഷേധിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വിവരം കൃത്യമായി രേഖപ്പെടുത്തുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ക്ലെയിം നിരസിക്കൽ ഒഴിവാക്കാൻ സഹായിക്കും. ആയുർവേദം, യുനാനി ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സയ്ക്ക് പരിധി പാടില്ലെന്നും ഇൻഷുറൻസ് കവറേജിലുള്ള മുഴുവൻ തുകയും നൽകണമെന്നും ഉത്തരവിലുണ്ട്. രോഗിയുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ കമ്പനി വഹിക്കുന്ന രീതി മാറ്റി ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്ന രീതിയിൽ പദ്ധതികൾ ഏർപ്പെടുത്താനും IRDAI നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ ഇൻഷുറൻസ് വിപണിയിൽ വയോധികരോട് പുലർത്തിയിരുന്ന വലിയൊരു വിവേചനത്തിനാണ് IRDAIയുടെ ഇടപെടലോടെ അവസാനമായിരിക്കുന്നത്. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.